ഒരു MP, അദ്ദേഹം ഡിഫൻസ് ഇൻവെസ്റ്റർ കൂടിയാണ്. ഇന്ത്യയിലെ അറിയപ്പെടുന്ന ഡിഫൻസ് ഇൻവെസ്റ്ററായ ഒരു MP പാർലമെന്റിലെ ഡിഫൻസ് സബ് കമ്മിറ്റിയിൽ അംഗമായി. അതായത് നമ്മൾ ലളിതമായി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പഞ്ചായത്തിലെ പൊതുമരാമത്ത് വകുപ്പ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അവിടുത്തെ പ്രധാനപ്പെട്ട കോൺട്രാക്ടർ കൂടി അയാളുടെ സ്ഥിതി എന്തായിരിക്കും? അത് ഒരു മാധ്യമങ്ങളും ഇവിടെ വാർത്തയാക്കിയിട്ടില്ല. നിങ്ങൾ കേരളത്തിലെ ഏതെങ്കിലും മാധ്യമത്തിൽ ഇത് കണ്ടോ? ഇല്ല. പക്ഷെ വയർ അത് വാർത്തയാക്കി. ഇത് വയർ ആ വാർത്ത കൊടുത്തു 2017. പക്ഷേ അസാധാരണമായ സംഗതികളാണ് തൊട്ടു പിന്നാലെ ഉണ്ടാകുന്നത്. ബാംഗ്ലൂർ ആസ്ഥാനമായാണ് വയർ പ്രവർത്തിക്കുന്നത്. ബാംഗ്ലൂരിലെ ഒരു സിറ്റി കോർട്ടിൽ നിന്ന് ഈ ആർട്ടിക്കിൾ പിൻവലിക്കാനുള്ള ഉത്തരവ് ഏകപക്ഷീയമായി ആ കോടതി പുറപ്പെടുവിച്ചു. ആ സ്ഥാപനം ആ കേസ് നടത്തി 3 വർഷം കൊണ്ട് അത് തിരിച്ച് ആ ഒരു ആർട്ടിക്കിൾ അവിടെ വരുത്തി. അതിന്റെ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ലാബ്സ്യൂട്ട് കൊടുക്കുകയും ഈ സ്ഥാപനത്തെ പ്രതിസന്ധിയിലാക്കുകയും ഈ ബാംഗ്ലൂർ സിറ്റി കോർട്ടിൽ നിന്ന് വിധി നേടുകയൊക്കെ ചെയ്ത കക്ഷി ആരാണ്? അദ്ദേഹം ഒന്ന് കേന്ദ്രമന്ത്രി കൂടിയാണ്. അദ്ദേഹം കേരളത്തിലെ ഒന്നാമത്തെ മാധ്യമ സ്ഥാപനത്തിന്റെ ഉടമ കൂടിയാണ്. എന്നിട്ട് ആ മാധ്യമ സ്ഥാപനം ഈ മാധ്യമ ധാർമ്മികതയെക്കുറിച്ച് അതിന്റെ നൈതികതയെക്കുറിച്ചൊക്കെ വാചാലമാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാതെ അന്തം വിട്ട്. കാരണം എന്താണെന്നറിയോ? ഇവർക്കതിന് കഴിയും. കാരണം ഈ വാർത്ത, ഈ വസ്തുത ജനം അറിയുന്നില്ല എന്നതുകൊണ്ടാണ്.